പ്രിയമുള്ളവരെ, 145 സങ്കീർത്തനം അതിൻ്റെ 18 തിരുവചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തുറന്ന ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സമയം ഇത്. ഒരു സമൂഹമായി നമ്മൾ ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുക. ഈ ആരാധനയിലൂടെ ജീവിക്കുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക. ആ ദൈവം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയമാണ് ദൈവിക ആരാധനയുടെ സമയം. അപ്പോൾ ഈ ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ബിജു ദാനിയലിനാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, നിരവധിയായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാറുണ്ട്. നാളുകളായി പ്രാർത്ഥിക്കുന്നു, വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നു. പണ്ട് വളർന്നു വന്ന കാലഘട്ടത്തിലൊക്കെ, ഒത്തിരി പഠിച്ചൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ, ചെറുപ്രായത്തിൽ ചില അവിശ്വാസികളുമായി സംസാരിക്കുമ്പം അവർ ചോദിക്കും, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കാണാത്ത ദൈവത്തിൽ എന്തിന് വിശ്വസിക്കണം? നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മൾ മറുപടി പറയും. പക്ഷെങ്കിൽ ദൈവത്തെ കണ്ടിട്ടുണ്ട് എന്ന് തീർത്ത് പറയുവാൻ തക്കവണ്ണം നമുക്ക് കണ്ട ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ പരാജിതരായി പോയ അവസരങ്ങളുണ്ട്. പക്ഷെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ വളർന്നു വന്നപ്പോൾ ദൈവത്തെ അനുഭവിച്ച ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെയും. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ച അനേകം വ്യക്തികളുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 47-ാം തിരുവചനത്തില് ഇസ്രായേൽ ജനം മഹത്വത്തോടെ അഗ്നിയിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ മോശയ്ക്കൊരു ഭയങ്കര ആഗ്രഹം. മോശ ദൈവത്തോട് പറഞ്ഞു, നീ ഇങ്ങനെ സംസാരിക്കുന്നു, നിന്റെ സ്വരം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, നീ പറയുന്ന വഴികളിലൂടെയൊക്കെ ഞാൻ നടക്കുന്നു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ മഹത്വം എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. ദൈവം അപ്പോൾ പറയുകയാ, 33:20, മനുഷ്യൻ എൻ്റെ മഹത്വം കണ്ടാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ എൻ്റെ മഹത്വം കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കില്ല. പ്രിയമുള്ളവരെ, തുടർന്ന് മോശയുടെ നിർബന്ധത്തെ പ്രതി, അവന്റെ ആഗ്രഹത്തെ പ്രതി, അവനോടുള്ള ബന്ധത്തെ പ്രതി ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് എന്നെ വെളിപ്പെടുത്തി തരാം. നിനക്ക് അപകടം പറ്റാതിരിക്കുവാൻ നിന്നെ ഒരു പാറയുടെ മറവിൽ നിർത്തിക്കൊണ്ട് ഞാൻ കടന്നു പോകും. ആ സമയത്ത് നിനക്ക് എൻ്റെ മഹത്വം ഒന്ന് ദർശിക്കാനായിട്ട് സാധിക്കും. കാണാൻ സാധിക്കത്തില്ല, ഒന്ന് ദർശിക്കാനായിട്ട് സാധിക്കും, ഒന്ന് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, 34, 35 തിരുവചനത്തിൽ നമ്മൾ മോശ ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം തിരികെ വരുമ്പോൾ ജനത്തിന് അവനെ കാണുവാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ മുഖം പ്രകാശിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ സ്വരം കേട്ടവൻ്റെ മുഖം കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ പ്രകാശിക്കുന്ന മുഖത്തോട് കൂടുതൽ അവസ്ഥയാണെങ്കിൽ ദൈവം എന്തുമാത്രം പ്രകാശമുള്ളവനായിരിക്കും. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. തുടർന്ന് പറയുകയാണ് യോഹന്നാൻ, എന്നാൽ ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു ദൈവപുത്രനായി ഇറങ്ങി വന്നപ്പോൾ ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. അവന്റെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഈ തുടർ കാലഘട്ടങ്ങളും ദൈവം കണ്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വേദവായനകളില് ഉത്ഥാനത്തിന് ശേഷം പെന്തക്കോസ്ത് അടുത്തിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് സ്ലീഹന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാ. നമുക്ക് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാം, ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരണമേ.
എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു തരണമേ. സ്ലീഹന്മാര് കണ്ടതുപോലെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് കാണിച്ചു തരണമേ. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. പ്രിയമുള്ളവരെ, അവൻ ഉന്നതനാണ്, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. സ്തുതിക്കുന്നവരുടെ അതരങ്ങൾ സിയോനിലേക്കുള്ള രാജവീഥികളാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എൻ്റെ അതരം സ്തുതികൾ ആലപിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്കുള്ള പാതയിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉത്തമഗീതത്തിൽ പ്രകാരം വായിക്കുന്നു, 5-ാം അധ്യായം 10-ാം തിരുവചനം, അരുണനേക്കാൾ ശോഭയുള്ളവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, 1000-ങ്ങളിലും 10,000-ങ്ങളിലും അതിശ്രേഷ്ഠനായ ദൈവത്തെയാണ് നമ്മൾ കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവം എല്ലാത്തിനും ഉപരിയാണ്. അവൻ ശ്രേഷ്ഠനാണ്, ഉന്നതനാണ്, മഹത്വാനാണ്. അവൻ സ്നേഹമാണെന്ന് പറയുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഉന്നതനും ശ്രേഷ്ഠനുമായ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ ദൈവത്തെ നമുക്ക് ഹൃദയം കൊണ്ട് ആരാധിക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ, സുന്ദരൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. ആയിരങ്ങളിലും അതിസുന്ദരനായവൻ, 10,000-ങ്ങളിലും മഹത്വത്തിന്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ നീ മാത്രമേ, അത്യുന്നതൻ യേശുവേ. അവൻ വാഴട്ടെ, വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. എന്നാത്മം ദേഹി ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. കരങ്ങളുയർത്തി ചേർന്ന് പാടാം. കർത്താവേ, ഞാൻ നിന്റെ സ്വന്തമാണ്. ഹൃദയം കൊണ്ട് നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, ഞാൻ നിന്റെ സ്വന്തമാണ്. എന്നെ തള്ളിക്കളയരുത്, ലോകം എനിക്ക് അന്യം. അങ്ങയുടെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് യോഹന്നാനെ പോലെ അങ്ങയുടെ ഹൃദയമിടിപ്പുകൾ കേൾക്കുവാൻ, ഓ കർത്താവേ, അങ്ങിൽ നിന്ന് ശക്തി പ്രാപിക്കുവാൻ, ഞാനൊരു ജീവന്റെ ചൈതന്യമായി മാറുവാൻ കർത്താവേ എന്നെ ചേർത്തു പിടിക്കണമേ. അങ്ങയുടെ സ്വന്തമാക്കി എന്നെ അവിടുന്ന് മാറ്റേണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, സ്വന്തം ലോകം എനിക്ക് അന്യമാണ്, ലോകമോ അന്യം, എനിക്ക് ചാരുവാൻ നിൻ മാർവിടം എനിക്കെന്നും സ്വന്തമേ. അതെന്റെ സ്വന്തം, ഞാൻ നിൻ സ്വന്തം. ചേർന്ന് പാടാ. ലോകമോ അന്യം,
പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഇറങ്ങി വരണമേ. നിന്റെ മഹത്വത്തോടുകൂടി നീ ഇറങ്ങി വരണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തിയില്ലാതെ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കർത്താവേ, അങ്ങയോട് ചേർന്ന് അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയുടെ മഹത്വം ദർശിച്ചുകൊണ്ട് ഒരു ശ്രേഷ്ഠമായ ജീവിതം നടത്തുവാനായിട്ട് ആത്മാവേ ഇറങ്ങി വരണമേ എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സർവമഹത്വത്തോടും മഹിമയോടെ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. എന്നെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ. ശുദ്ധാത്മാവേ, മഹിമയോടെ മഹിമയോടെ മഹത്വം എന്നിൽ ഇപ്പോൾ പൂർണ്ണമാക്കണമേ. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. സമ്പൂർണ്ണമായി വാഴ്ക. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. സമ്പൂർണ്ണമായി വാഴ്ക. കരങ്ങളുയർത്തി പിടിച്ചുകൊണ്ട് കരങ്ങളുയർത്തി. വാഴ്ക യേശു രാജാവേ, സൗഖ്യദാതാവേ. ദേഹവും സമ്പൂർണ്ണമായി വാഴ്ക. സമ്പൂർണ്ണമായി വാഴ്ക. സമ്പൂർണ്ണമായി വാഴ്ക. എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ചൈതന്യമായി, ശക്തിയായി, കൃപയായി, അഭിഷേകമായി, പൂർണ്ണതയുടെ നിറവായി ആത്മാവേ. ഹല്ലേലൂയ, 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 ഹൃദയത്തെ ശാന്തമാക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുന്നവനാണ്. അവൻ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയുന്നവനാണ്. എൻ്റെ ഹൃദയത്തിൽ അവൻ്റെ മുഖം കാണിച്ചു തരുന്നവനാണ്. ഓ പ്രിയമുള്ളവരെ, അവൻ കൂടെ വസിക്കുന്നവനായ ദൈവമാണ്. എന്നും കൂടെ വസിക്കുവാൻ, അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുവാൻ അവൻ വാഗ്ദാനം നൽകിയിരിക്കുന്നത് നിത്യ സഹായകനെയാണ്, പരിശുദ്ധാത്മാവിനെ. 2 ദിനങ്ങൾ കൂടെ കഴിയുമ്പോൾ പെന്തക്കുസ്തയാണ്. പെന്തക്കുസ്തയുടെ നാടുകളിലാണ് നമ്മളായിരിക്കുന്നത്. ഭവനങ്ങളിലായിരിക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സഹിയോൻ ഊട്ടുശാലയിൽ അമ്മയോടൊത്ത് പ്രാർത്ഥിച്ചിരുന്ന സ്ലീഹന്മാരെ പോലെ അവന്റെ ഹൃദയം ആകുലതയാൽ നിറഞ്ഞിരുന്നു. അവന്റെ ഹൃദയം നിരാശയാൽ നിറഞ്ഞിരുന്നു. എങ്കിലും വാഗ്ദാനം പോലെ ആത്മാവ് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകം
മുഴുവൻ ചൈതന്യം കൊണ്ട് നിറയുവാൻ തക്കവണ്ണം വലിയ ശക്തി കൊണ്ട് ആത്മാവ് നമ്മളെ നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സൗഖ്യമല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്, ഒരനുഗ്രഹമല്ല ദൈവം നമുക്ക് തരാൻ പോകുന്നത്. ലോകം മുഴുവൻ അവന്റെ സാക്ഷികളാകുവാനായിട്ടുള്ള കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സൗഖ്യം കിട്ടിയാൽ നമ്മൾ സുഖമുള്ളവരായി തീരും, നല്ല കാര്യമാണ്. ഒരു അനുഗ്രഹം കിട്ടിയാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമാണ്. എങ്കിലും ഓർത്ത് നോക്കിക്കേ, എന്നെ കാണുന്നവന്റെ മുഖം ജ്വലിക്കുന്ന രീതിയിൽ എന്നിലൊരു പ്രകാശം ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ, എന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് മറ്റുള്ളവരെന്നെ തിരിച്ചറിയുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിൽ പോലെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ലഭിക്കാനുണ്ടോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പുറപ്പാടിന്റെ പുസ്തകം 34-ാം അധ്യായം 35-ാം തിരുവചനം, മോശ സീനായ് മലയിൽ ദൈവത്തോട് സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അവനെ കാണുന്ന ജനങ്ങൾക്ക് അവന്റെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ല. അവന്റെ മുഖം പ്രകാശം കൊണ്ട് ജ്വലിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ വരാൻ പോകുന്ന പെന്തക്കോസ്തായിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രകാശത്തിന്റെ നിറവ് കൊണ്ട് കർത്താവ് നമ്മളെ നയിക്കുവാനായിട്ട് പോവുകയാണ്. അവന്റെ ജീവനുള്ള ആത്മാവിനെ എന്നിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞാനൊരു ജീവനുള്ള വ്യക്തിയായി മാറുവാനായിട്ട് ദൈവം ഇതാ എന്നെ അനുഗ്രഹിച്ച് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക്. പുതിയൊരു ശക്തി, പുതിയൊരു ജീവൻ, പുതിയൊരു അഭിഷേകം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വരുന്നതുവരെ സ്ലീഹന്മാർ ഭയചകിതരായിരുന്നു, സംസാരിക്കുവാൻ പാടവമില്ലാത്തവരായിരുന്നു. പ്രിയമുള്ളവരെ, ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ പഠിച്ച ഗലീലയ ഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പറയുകയാണ്, ഇവർ പറയുന്നത് നമ്മുടെ ഭാഷകളിൽ നമ്മളെങ്ങനെ കേൾക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കതീതമായ ശക്തിയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ അസാധ്യ കാര്യങ്ങൾ കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ നിറയ്ക്കുവാനായിട്ട് പോവുകയാ. വരുന്ന പെന്തക്കോസ്തായിലൂടെ നമ്മുടെ ശിരസുകളുടെ മുകളിൽ അഗ്നിനാവുകളാൽ നിറച്ച് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ ജ്വലിക്കുവാനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാ, ലോകത്തിന്റെ അതിർത്തികളോളം സാക്ഷികളാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങളടിച്ച്, നന്നായി കരങ്ങളടിച്ച്, ഉണർവോടെ കരങ്ങൾ ഉയർത്തി അടിക്കാം. ജീവനെ
ഭാഷകൾ സംസാരിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, ലോകത്തിന്റെ അതിർത്തികളോളം കടന്നു ചെല്ലുവാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ശക്തിയായി, അഭിഷേകമായി, കൃപയായി, ജ്ഞാനമായി, വരങ്ങളായി എന്നിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. ശ്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ വയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ വയ്ക്കണമേ. അഗ്നിയാൽ ശക്തിയാൽ എന്നിൽ നിറയണമേ. അഗ്നിയാൽ ശക്തിയാൽ എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങി വരട്ടെ. ഇയാളെ മുഴുവൻ അഗ്നിയാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ അഗ്നിയാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബല 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 ബല. ഓരി 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 ആത്മാവിന്റെ അഗ്നി കൊണ്ട് കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി ജ്വലിക്കട്ടെ. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന അഗ്നിസ്തംഭങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ അഗ്നിയാൽ ജ്വലിക്കുന്നവരായി തീരുവാൻ, ലോകത്തിന്റെ മുമ്പിൽ പ്രകാശം കൊടുക്കുന്ന മക്കളായി തീരുവാനായിട്ട് ഓ കർത്താവേ പ്രകാശഗോളങ്ങളാക്കി അവിടെ ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓ കർത്താവേ ഒരിക്കൽ കൂടി ഞങ്ങളങ്ങേ ശാന്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ ഇറങ്ങി വരണമേ. ഞങ്ങളെ അഗ്നിയാൽ നിറയ്ക്കണമേ. ഞങ്ങളെ അഗ്നിയാൽ നിറയ്ക്കണമേ. പുതിയൊരു തീപ്പന്തമായി ഞങ്ങൾ ജ്വലിക്കട്ടെ കർത്താവേ. ലോകത്തിന്റെ മുന്നിൽ പ്രകാശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയമുള്ളവരെ,